പാലക്കാട് കീഴായൂരിൽ വീട് ജപ്തി ചെയ്യാൻ ഉദ്യോഗസ്ഥരെത്തിയതിന് പിന്നാലെ തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വീട്ടമ്മ മരിച്ചു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കിഴക്കേപ്പുരയ്ക്കൽ വീട്ടിൽ ജയയാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചിരിക്കുന്നത്. നിഖിൽ പ്രമേഷ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകും. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തും. സംസ്കാരം നാളെയാണ് എന്നടക്കമുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നുണ്ട്. നിഖിൽ പ്രമേഷ്, വിവരങ്ങൾ എന്താണ്? ജപ്തിക്കിടെയുള്ള ആത്മഹത്യ, വിശദാംശങ്ങൾ നിഖിൽ. ശ്രീജിത്ത്, ഇന്ന് ഷൊർണൂർ അർബൻ ബാങ്കിലെ ഉദ്യോഗസ്ഥർ വീട്ടിൽ ജപ്തി ചെയ്യാൻ വേണ്ടി എത്തിയപ്പോഴാണ് ജയ വീടിനകത്ത് കയറി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയത്. 80% പൊള്ളലേറ്റ ഇവരെ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റുകയായിരുന്നു. അവിടെ വെച്ചാണ് അവരുടെ മരണം സംഭവിക്കുന്നത്. ഇവർ വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട് വായ്പാ തിരിച്ചടവ് മുടങ്ങിയിരുന്നതേ തുടർന്നാണ് ബാങ്ക് അധികൃതർ ജപ്തി ചെയ്യാൻ വേണ്ടി ഇവരുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. ഉദ്യോഗസ്ഥർ എത്തിയെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ജയ വീടിനകത്ത് കയറി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഇവർക്ക് 50% പൊള്ളലേറ്റിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം പ്രാദേശികമായ ആശുപത്രിയിൽ, പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ അവിടെ വെച്ച് മരിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയാക്കി നാളെ സംസ്കാരം നടക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത്. ഈ സാമ്പത്തിക ബാധ്യത എങ്ങനെയാണ്? ഈ ജപ്തിയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് എന്താണ് നിഖിൽ? ഇവർ ഏതാണ്ട് 4 ലക്ഷം രൂപയാണ് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിരുന്നത്. വർഷങ്ങളായി ഇത് മുടങ്ങി കിടക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ഏതാണ്ട് 9 ലക്ഷത്തോളം രൂപ ഒക്കെ തിരിച്ചടവുണ്ടായിരുന്നു. ഈ തുക അടയ്ക്കാൻ കഴിയാതെ വന്നതോടുകൂടി ആണ് ഈ വീട് ജപ്തി ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ബാങ്ക് അധികൃതർ മാറിയത്. തങ്ങളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവർ വിശദീകരിക്കുന്നത്. നേരത്തെ തന്നെ കൃത്യമായി അവർക്ക് നോട്ടീസും മറ്റും നൽകുകയും ഒക്കെ ചെയ്ത ശേഷമാണ് ഈ ജപ്തി നടപടിയിലേക്ക് കടന്നത് എന്നുള്ളതാണ് ബാങ്ക് അധികൃതർ വിശദീകരിക്കുന്നത്. എന്തായാലും ബാങ്ക് അധികൃതർ വീടിന് മുറ്റത്തെത്തിയ ഉടനെ തന്നെ ഈ വീട്ടമ്മ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. വീടിനകത്ത് കയറി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഉടനെ തന്നെ ഓടിക്കൂടിയ നാട്ടുകാരും മറ്റുമാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. അപ്പോഴേക്കും തന്നെ അവരുടെ ആരോഗ്യനില വളരെ ഗുരുതരമായിരുന്നു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശരി, നിഖിൽ പ്രമേഷ് പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. 4 ലക്ഷം രൂപയുടെ വായ്പയാണ് പിന്നീട് അത് പലിശ സഹിതം 9 ലക്ഷം രൂപയിലേക്ക് എത്തി. പിന്നീട് ജപ്തി ചെയ്യാൻ ഉദ്യോഗസ്ഥരെത്തിയതിന് പിന്നാലെ തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വീട്ടമ്മ ജയയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. നിഖിൽ പ്രമേഷ് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.